ദുബായിൽ എങ്ങനെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി കിട്ടും എന്നുള്ളൊരു വീഡിയോ ആണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ഫാർമസിസ്റ്റിന്റെ ഹെൽത്ത് ലൈസൻസ് ആണ്. ബി ഫാമും എം ഫാമും ഉള്ള ചിലരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് രണ്ടും വെരിഫൈ ചെയ്യാം. ദുബായിൽ എങ്ങനെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി കിട്ടും എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ പറയുന്നത്. അതെ, അതിന്റെ പ്രോസസ്സ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. DHAയിൽ പോകുന്ന ഏതൊരു ഫാർമസിസ്റ്റും ഫുള്ളായിട്ട് എന്തായാലും ഈ വീഡിയോ കാണുക. ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ആ ഒരു കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ദുബായിൽ എത്തേണ്ടത് എന്നുള്ളൊരു ഓർഡർ വൈസിൽ നമുക്ക് പറഞ്ഞു. അതെ അതെ. ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഒരു ഫാർമസിസ്റ്റിന്റെ ഹെൽത്ത് ലൈസൻസ് ആണ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ. അത് ആക്റ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം ഒരു മൈഗ്രേഷന്റെ സമയത്താണ് ഈ ഡോക്യുമെന്റിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള അതിന്റെ വാലിഡിറ്റിയും എക്സ്പയർഡ് ആണോ, ഇത് ഓതന്റിക്കേറ്റഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇൻ കേസ് അത് എക്സ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്ത് വെക്കുക. അത് കാൻഡിഡേറ്റിന് സെൽഫായിട്ട് തന്നെ അത് ചെയ്യേണ്ടി വരും. പിന്നെ അതിനുശേഷം ഫാർമസി കൗൺസിലിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കുക. ഇപ്പം ദുബായിലോട്ട് പോകുന്ന ഒരാൾ DHAയുടെ ഗുഡ് സ്റ്റാൻഡിംഗ് ആയിരിക്കും എടുക്കേണ്ടത്. ഒരു കോപ്പി കാൻഡിഡേറ്റിനും കിട്ടും, ഒരു കോപ്പി DHAക്ക് പോകും. ഫാർമസി കൗൺസിലാകുമ്പോൾ അവിടെ ഡയറക്റ്റ്ലി DD ഒക്കെ എടുത്തിട്ട് അങ്ങനെയുള്ളൊരു പ്രോസസ്സിലാണ് ചെയ്യുന്നത് തോന്നുന്നു. അതിൻ്റെ അസിസ്റ്റൻസും എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ ട്രൂവേയിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഡേറ്റാ ഫ്ലോ. മറ്റെല്ലാ പ്രൊഫഷണൽസും പോലെ DHAയുടെ ഡേറ്റാ ഫ്ലോ ഇവർക്കും ചെയ്യണം. അപ്പോൾ അതിന് ഇപ്പം ഫാർമസി എന്ന് പറയുമ്പം DPharm തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ഫാർമസി, ബാച്ചിലർ ഇൻ ഫാർമസി, അതുപോലെ മാസ്റ്റേഴ്സ്, പിന്നെ PharmD, ഡോക്ടർ ഓഫ് ഫാർമസി. അതെ അതെ, ഡോക്ടറൽ ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഇത്രയും കാറ്റഗറിയിൽ വരുന്ന പ്രൊഫഷണൽസിനും സെയിം പ്രോസസ്സുകളാണ് ചെയ്യേണ്ടത്. പിന്നെ PharmD ഒക്കെ വരുമ്പോൾ കുറച്ച് റേറ്റ് ഡിഫറൻസ് ഒക്കെ വരാം. ഒരു ഡോക്ടർ ലെവലിലൊക്കെ വരുന്നതുകൊണ്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ പോലെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ബി ഫാമും എം ഫാമും ഉള്ള ചിലരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് രണ്ടും വെരിഫൈ ചെയ്യാം. പക്ഷെ ആ എം ഫാം വെരിഫൈ ചെയ്യുന്നതിന് അഡീഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഫീസ് വരും. പിന്നെ ഡിപ്ലോമ മാത്രമാണുള്ളതെങ്കിൽ അത് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഏത് ക്വാളിഫിക്കേഷൻ ആയാലും 2 yearsന്റെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് വേണം. ആഫ്റ്റർ ഈ ഫാർമസി കോഴ്സിന് ശേഷം എംഫാമിന് ശേഷമുള്ള 2 years ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ കോച്ചിങ്, പിന്നെ ഡേറ്റാ ഫ്ലോയുടെ എത്രയേ ഉള്ളൂ, 30 വർക്കിംഗ് ഡേയ്സിൽ ഇത് കംപ്ലീറ്റ് ആക്കി നമ്മൾ തരുന്നു. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റിപ്പോർട്ട് കിട്ടുന്ന ടൈം വരെ ആ 30 വർക്കിംഗ് ഡേയ്സിൽ കോച്ചിങ് എടുക്കുക. അപ്പോൾ ആ ടൈം നമുക്ക് വേസ്റ്റേജ് വരില്ല. കോച്ചിങ്ങിന് ഫാർമസിയുടെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 45 ഡേയ്സിൻ്റെ കോച്ചിങ് ആണ്. ലൈവായിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. റെക്കോർഡഡ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാർമസിയുടെ ഒരു ജനറൽ കോച്ചിങ് പാറ്റേണിലാണ് ഈ സിലബസ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് DPharmനായാലും BPharmും MPharm, PharmD എല്ലാവർക്കും ഒരുപോലെ അവർക്ക് എക്യുപ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു കോച്ചിങ് പാറ്റേണിലാണ് സിലബസ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതൊരു ജനറൽ കോച്ചിങ് ആയിട്ടായിരിക്കും ഫാർമസിയുടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 100% സക്സസ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ കോച്ചിങ്. ഓക്കെ. പിന്നെ കോച്ചിങ്ങിന് ശേഷം എക്സാം ബുക്കിംഗ് ആണ് അടുത്ത ഒരു സെക്ഷൻ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറ് ഒന്ന് സംസാരിക്കുക. എക്സാം പ്രോമെട്രിക് എക്സാം ആണ് DHAക്ക് നടത്തുന്നത്. പ്രോമെട്രിക് എക്സാം ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണ്, ട്രിവാൻഡ്രത്താണ് സെൻറ്റേഴ്സ് ഉള്ളത്. അതർ സ്റ്റേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പ്രോമെട്രിക്കിന് എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗ്ലോബലി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദുബായിൽ നിന്ന് എക്സാം എന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടുത്തെ എക്സാം സെൻറ്റർ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ഡേറ്റിലാണോ നമുക്ക് അവൈലബിൾ ഉള്ളത് ആ ഡേറ്റിൽ നമ്മൾ ഒറിജിനൽ എക്സാം ബുക്ക് ചെയ്യുക. പോകുന്നതിൻ്റെ അന്ന് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടും ഈ അപ്പോയിൻമെൻറ്റ് മെയിൽ കൺഫർമേഷനും കൊണ്ടുപോയാൽ മാത്രം മതി എക്സാം എഴുതാൻ. പിന്നെ പാസിംഗ് പെർസെൻറ്റേജ് ഒക്കെ ഒരു 70-75 ഒക്കെയാണ് DHAക്ക് വേണ്ടി വരുന്നത്. പിന്നെ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് ചിലർ ചോദിക്കും ഫാർമസിസ്റ്റിന് എക്സാം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഫാർമസിസ്റ്റിന്റെ ടൈറ്റിലുണ്ട്, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിനൊക്കെ എക്സാം വരുന്നതാണ്. അപ്പോൾ അത് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് എക്സാം എഴുതണം. വേറെ അതിൽ ഫാർമസിസ്റ്റിന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വേറൊന്നും പറയാനില്ല. എക്സാം എഴുതി കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ എലിജിബിലിറ്റി എന്നുള്ളൊരു പ്രോസസ്സ്. പിന്നെ ഇതിന്റെ എത്ര അറ്റംപ്റ്റ് വരുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 3 അറ്റംപ്റ്റ് ആണ് ഒരു കാൻഡിഡേറ്റിന് എക്സാം എഴുതാനുള്ള ഒരു മിനിമം അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഈ 3 അറ്റംപ്റ്റ് ഫെയിൽ ആവുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ആദ്യം ഒരു അറ്റംപ്റ്റ് എഴുതി ഫെയിലായി, രണ്ടാമതും എഴുതി, മൂന്നാമതും ഫെയിലായി കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു കാൻഡിഡേറ്റിന് പിന്നെ ഒരു അറ്റംപ്റ്റും കൂടി ഉണ്ടാവും. ഈതർ അബുദാബി അല്ലെങ്കിൽ MOH മാത്രം. ഒരിക്കലും DHAയിൽ പിന്നെ ഇവർക്ക് കിട്ടത്തില്ല. 3 തവണ പിന്നെ അതിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അവർക്ക് ഒരിക്കലും ട്രൈ ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു അപ്ഡേറ്റ്. അബുദാബി അല്ലെങ്കിൽ MOH അവർക്ക് ട്രൈ ചെയ്യാം, ദുബായിൽ പിന്നെ പറ്റില്ല.
ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ചെയ്തൊരു കേസിൽ ഒരു 3 അറ്റംപ്റ്റ് ഫെയിലായ കാൻഡിഡേറ്റിന് നമ്മൾ ചെയ്തപ്പം അബുദാബിയിലും കിട്ടിയില്ല. അതായത് ക്രെഡൻഷ്യൽസിൻ്റെ സമയത്ത് അത് റിജക്റ്റ് ആയി പോയി. അപ്പോൾ അങ്ങനെയുള്ള കേസസും ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ പറയുന്നത് നല്ല കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെടുത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു സെക്കൻഡ് അറ്റംപ്റ്റിലെങ്കിലും പാസ്സാവാനായിട്ട് ശ്രമിക്കുക. എംബസി അറ്റസ്റ്റേഷൻ ആണ്. എംബസി അറ്റസ്റ്റേഷൻ ആണ് വരുന്നത്. അത് നമ്മുടെ ഫാർമസിയുടെ ഏതാണോ നിങ്ങളുടെ ഫാർമസി ക്വാളിഫിക്കേഷൻ അതിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുക. എംബസി അറ്റസ്റ്റേഷൻ 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് യു എന്നുള്ള യു എംബസി അറ്റസ്റ്റേഷനും പിന്നെ അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ യു എന്നുള്ള അറ്റസ്റ്റേഷൻ. ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, എംപ്ലോയ്മെന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് മോഫ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു എംപ്ലോയ്മെന്റ് വിസ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മോഫ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഈ എലിജിബിലിറ്റി നമുക്ക് അവിടെ എംപ്ലോയറിനെ കൊണ്ടിട്ട് ഈ ലൈസൻസ് ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ കയറുന്നത് ആ എംപ്ലോയർ ആണ്. ഹോസ്പിറ്റലാണോ ഇനി ഫാർമസി ഏതെങ്കിലും ഫാർമസി മാത്രമായിട്ടാണോ? അങ്ങനെ ഫാർമസിസ്റ്റിനൊക്കെ കൂടുതലും ഫാർമസി എക്സ്പീരിയൻസുമായിട്ടായിരിക്കും അവർ വരുന്നത്. നിങ്ങളൊരു ഫാർമസി അവിടെ സ്വന്തമായിട്ട് ദുബായിൽ തുടങ്ങണമെന്നുണ്ടെങ്കിലും ഈ ലൈസൻസ് മാൻഡേറ്ററി ആണ്. എലിജിബിലിറ്റി കിട്ടിയാൽ അതൊരു ടെമ്പററി ലൈസൻസ് മാത്രമാണ്. അതിന് 1 ഇയറിന്റെ വാലിഡിറ്റി ഉള്ളൂ. ആ 1 ഇയറിനുള്ളിൽ അവർ ജോബിന് പോയി എംപ്ലോയറിനെ കൊണ്ടത് ബാക്കി പ്രൊസീജിയേഴ്സ് ലോങ് ടേമിലുള്ള ലൈസൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ എംപ്ലോയർ തന്നെ റിന്യൂ ചെയ്തിട്ടായിരിക്കും. അതെ അതെ. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ ദുബായിയുടെ ഡേറ്റ ഫ്ലോയ്ക്ക് മുൻപ് ഏതെങ്കിലും ഒരു കൺട്രിയുടെ ഡേറ്റ ഫ്ലോ ചെയ്ത ആൾക്കാരാണ്, ഇപ്പോൾ സൗദിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയുടെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ റിപ്പോർട്ടിന് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫുൾ ഇൻഫർമേഷൻ നമ്മുടെ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിലും നോക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഞങ്ങളുടെ ടീം ഫുൾ happy to help. Yeah.